ഹലോ, ഏകദേശം ഒരു 18 വർഷത്തിന് ശേഷം കേട്ടോ ഞാൻ ഈ കാണുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. വേറൊരിടത്തുമല്ല, തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതേ പണ്ട് ഞാൻ കയറുമ്പോൾ 5 രൂപ കേട്ടോ ടിക്കറ്റ്, ഇന്നിപ്പോൾ 50 രൂപയായിട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ 10 രൂപ വരെ എക്സ്ട്രാ ആയിട്ടോ. അപ്പോൾ 50 രൂപ കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിപ്പോൾ കയറുന്നതിന് മുമ്പ് ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി ജ്യൂസും വെള്ളവും അതുപോലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നടക്കാൻ കയറിയിട്ടത്. ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ തന്നെ ഈ എനർജി എല്ലാം നഷ്ടപ്പെട്ടിട്ടാ. എങ്കിലും കാണണ്ടേ, 50 രൂപ കൊടുത്തതല്ലേ എന്ന് ഉദോർത്ത് ഞങ്ങൾ വലിഞ്ഞ് ഞങ്ങൾ കയറി നടക്കണേ കേട്ടോ ഈ കണ്ടത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനം ഞങ്ങളത് ഈ സ്റ്റെപ്പൊക്കെ കടന്ന് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പോകണം കേട്ടോ. കയറാൻ വേണ്ടി ചെന്നപ്പോഴാണ് പിന്നെ ചെരുപ്പിട്ട് അതിൻ്റെ അകത്ത് കയറ്റുവിടുന്നു. അപ്പോൾ പിന്നെ ചെരുപ്പ് ഊരി വെക്കണ്ടേ. അങ്ങനെ ക്ലോക്ക് റൂമിൽ കയറി നേരെ ഷൂസും ചെരുപ്പും എല്ലാം എടുത്ത് വെച്ചിട്ട്, ഇവിടെ വേറെ ആൾക്കാരൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഞങ്ങൾ ഇഷ്ടമുള്ളൊരു കള്ളിയിൽ കയറ്റി അങ്ങോട്ട് വെച്ചിട്ടേ നടന്ന് അതിൻ്റെ അകത്തോട്ട് കയറാൻ. അകത്ത് കയറിയപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ അറിയുന്നത്. വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോസ് എടുക്കാമെന്ന്. പിന്നെ അവരങ്ങനെ പറയുമ്പോൾ നമ്മളത് മാനിക്കണമല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കാണിച്ചില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചത്. അവസാനം നീണ്ട കുറച്ചുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിത് നടന്ന് ഞങ്ങളുടെ ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ. അതിന് ശേഷം ഈ കാണുന്ന സ്ഥലമൊക്കെ നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ പറയാം എന്തായാലും. നമ്മുടെ മൺചിത്രത്താഴിലുള്ള സ്ഥലങ്ങളാണ്. കുറേ സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ നാഗവലി കിടന്നുറങ്ങുന്ന റൂം. കാണിച്ചു തരാം കേട്ടോ. ആ റൂം അറിയാണ്ട് ഞാനൊന്ന് പിടിച്ചിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ, ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ അകത്ത് വേറെയൊക്കെ ഉണ്ട് കേട്ടോ. ആ സിനിമയുടെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാം. അങ്ങനെ നടന്നുകൊണ്ട് പോയി ഒറ്റപ്പെട്ട ഒരു ഊഞ്ഞാൽ കണ്ടിട്ടോ. അത് നാടിന് ശേഷം ഞങ്ങൾ മാനിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അവിടെ കുറേ നേരം നിന്നിട്ടോ. മാനിന് കുറേ പ്ലാവലയും അതും ഇതുമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ഒരു കടയിലേക്ക് പോകണേ കേട്ടോ. അവിടെ ചെന്ന് ദാഹിച്ചു വല്ല ഞങ്ങൾ ആ കടയിലേക്ക് ചെന്ന് എന്ത് കഴിക്കും നിർത്തപ്പോൾ കുറേ സാധനങ്ങളൊന്നുമില്ല, എങ്കിലും ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഞങ്ങൾ 3 പേരും 3 ഫ്ലേവർ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ്. ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചപ്പോൾ എൻ്റെ ക്യാമറമാത്തിക്കുള്ള ഐസ്ക്രീമാണ് ഈ കാണുന്നത്. അവൾക്കൊരാഗ്രഹം, എന്തോ ഒരു ആ ഉരുളക്കിഴങ്ങിൻ്റെ ചുറ്റി ഒരു സാധനമില്ലേ, അതിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാലേ മറന്നുപോയി ഗൈസ്. ഇതിൻ്റെ അടുത്ത് കാണിച്ചത് ടൊർണാഡോ ഫ്രൈ. ആ സാധനവും വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ വയറെന്ന് പറഞ്ഞല്ലേ എന്നാൽ മാനിനും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞാൽ പോപ്കോൺ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയാണെങ്കിൽ ഓരോന്ന് വെച്ചെടുക്കും. ഓരോന്ന് വെച്ച് കൊടുത്താൽ നമ്മളെന്തായാലും വീട്ടിലെത്തൂലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ കവർ അങ്ങനെ തന്നെ കാണിച്ച് കുറച്ചൊക്കെ അവർക്ക് കിട്ടിയിട്ട് അവസാനം ക്ഷമ നശിച്ചപ്പോൾ ഞാൻ അതെല്ലാം കൂടി അതിലേക്ക് ചൊരിഞ്ഞിട്ട് കൊടുത്തിട്ട് അങ്ങനെ അതെല്ലാം തിന്ന് അതുമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങണം കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം കാണാനുണ്ടോ എന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല, എങ്കിലും കാണാനുണ്ട്. ഇതിപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ ഗേറ്റിൻ്റെ വാതിക്കൽ അപ്പോൾ ഈ നടപ്പ് കണ്ടത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള നടപ്പാണ്. അങ്ങനെ നടന്നിരുന്ന ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ കാണിച്ചില്ലല്ലോ എന്ന്. ഇതായിരുന്നു ആ ലക്ഷ്യസ്ഥാനം. വിശന്ന് കൊടൽ കത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.